നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മഞ്ഞള്ളൂർ റൂറൽ ബാങ്കിലെ നിക്ഷേപ തട്ടിപ്പ്, പ്രതികളെ അറസ്റ്റ് ചെയ്യണം. വാഴക്കുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ച ആക്ഷൻ കൗൺസിൽ. ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾക്കെതിരെ വ്യാജ പരാതി നൽകി ബുദ്ധിമുട്ടിപ്പിക്കുകയാണെന്നും ഭാരവാഹികൾ. LDF മധ്യമേഖല വികസന മുന്നേറ്റ ജാഥ മൂവാറ്റുപുഴയിൽ പര്യടനം നടത്തി. വിവിധ പഞ്ചായത്തുകളിലെ പര്യടനത്തിന് ശേഷം 130 കവലയിൽ സമാപിച്ചു. സ്വീകരണ കേന്ദ്രങ്ങളിൽ നേതാക്കൾ പ്രസംഗിച്ചു. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അവഗണന. മൂവാറ്റുപുഴയിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ച കോൺഗ്രസ്. പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി കച്ചേരി താഴ്ത്ത് സമാപിച്ചു. KPCC സെക്രട്ടറി KM സലീം പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം ആനിക്കാട് ശാഖ വിശേഷാൽ പൊതുയോഗം സംഘടിപ്പിച്ചു. യൂണിയൻ പ്രസിഡന്റ് VK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സൗധം പടുത്തുയർത്തിയതിനുള്ള അംഗീകാരമാണ് പത്മഭൂഷൺ എന്ന VK നാരായണൻ. സമകാലിക ഹിന്ദി സാഹിത്യം, ബോധ്യവും യാഥാർത്ഥ്യവും. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ദേശീയ സെമിനാർ സംഘടിപ്പിക്കും. വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. ഹിന്ദി സാഹിത്യ നിരൂപകനും ചിന്തകനുമായ പ്രൊഫസർ വിജയ് ബഹാദൂർ സിംഗ് മുഖ്യ പ്രഭാഷണം നടത്തും. വാർത്തകൾ വിശദമായി. മഞ്ഞള്ളൂർ റൂറൽ ബാങ്കിലെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വാഴക്കുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ച ആക്ഷൻ കൗൺസിൽ. ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾക്കെതിരെ വ്യാജ പരാതി നൽകി ബുദ്ധിമുട്ടിപ്പിക്കുകയാണെന്നും ഭാരവാഹികൾ. മഞ്ഞളൂർ റൂറൽ ബാങ്കിൽ സംഘടിത കൊള്ള നടത്തി നിക്ഷേപകരെ വഴിയാധാരമാക്കിയ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വാഴക്കുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ മഞ്ഞളൂർ റൂറൽ ബാങ്ക് ഡെപ്പോസിറ്റേഴ്സ് ആക്ഷൻ കൗൺസിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. 40 കോടിയോളം രൂപ നിക്ഷേപമുണ്ടായിരുന്ന ബാങ്കിൽ നിന്നും 30 കോടിയോളം രൂപ പ്രസിഡന്റും സെക്രട്ടറിയും മറ്റ് ജീവനക്കാരും ഉൾപ്പെടെ തട്ടിയെടുത്തതായും 2 വർഷമായി കാര്യക്ഷമമായ യാതൊരു നടപടിയും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറായിട്ടില്ലെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആരോപിച്ചു. കൂടാതെ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾക്കെതിരെ വ്യാജ പരാതി നൽകി ബുദ്ധിമുട്ടിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. അടുത്ത കാലത്ത് നടക്കുന്ന ഏറ്റവും പ്രധാന കാര്യം, ആക്ഷൻ കൗൺസിലിലെ പ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് കൊടുത്ത് അവരെ പോലീസ് സ്റ്റേഷൻ കയറ്റുകയും അവരുടെ തൊഴിൽ ചെയ്യാനോ യാത്ര ചെയ്യാനോ ഉള്ള സൗകര്യങ്ങളെല്ലാം കളയുകയും ചെയ്യുന്ന വളരെ ബാലിശമായ, വളരെ മോശമായ പ്രവൃത്തിയാണ് ഈ കൊള്ളയടിക്കപ്പെട്ട ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ നിർഭാഗ്യകരമായ ഈ ഒരു സാഹചര്യം തീർച്ചയായും അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഇതിനു മുമ്പ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ആണെങ്കിലും ബിസിനസ് ആവശ്യത്തിനായി തമിഴ്നാട്ടിൽ തെങ്കാശിയിലായിരുന്ന എന്നെ അത്യാവശ്യമായി വരണം എന്നും പറഞ്ഞ് വിളിച്ച് ഞാൻ വൈകുന്നേരത്തേക്ക് ഇവിടെ എത്തി. ഇന്ന് രാവിലെ സ്റ്റേഷനിൽ വന്നപ്പോൾ പരാതിയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, പൊക്കോ എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ യാതൊരു ആവശ്യമില്ലാതെ പരാതി കൊടുത്തതാണെന്നും അതിനൊരു അടിസ്ഥാനമില്ല എന്നും എല്ലാവർക്കും അറിയാം. പക്ഷേ ആളുകളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഉദ്ദേശം. ഈ നാട്ടിൽ വ്യവസ്ഥാപിതമായ നിയമം അനുസരിച്ച് ബാങ്കിൽ നിന്ന് പണം നിക്ഷേപിച്ചാൽ അത് വളരെ മോശമായ രീതിയിൽ സംഘടിതമായ കൊള്ളയാണ് നടത്തിയിരിക്കുന്നതെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു. സഹകരണ വകുപ്പിൻ്റെ 68(1) പ്രകാരമുള്ള അന്വേഷണ റിപ്പോർട്ട് ഔദ്യോഗിക രേഖയാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട് സംഘടിതമായ കൊള്ള നടത്തിയിരിക്കുകയാണ്. പ്രസിഡന്റ്, സെക്രട്ടറിമാർ, ജീവനക്കാർ, ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ്, ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും കൂടി. പോലീസിനും ജനപ്രതിനിധികൾക്കും ഉൾപ്പെടെ നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ജനപ്രതിനിധികൾ ഉൾപ്പെടെ തട്ടിപ്പിനിരയായവർക്കെതിരാണെന്നും കുറ്റക്കാരായി കണ്ടെത്തിയവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും മഞ്ഞളൂർ റൂറൽ ആക്ഷൻ കമ്മിറ്റി പ്രസിഡന്റ് ജെയിൻ മാത്യു പറഞ്ഞു. 40 കോടി രൂപ നിക്ഷേപമുള്ളതിൽ 30-ലധികം കോടി രൂപ കട്ടുകൊണ്ടുപോയി എന്ന് വ്യക്തമായി തെളിഞ്ഞ ആ പ്രസ്ഥാനത്തിൽ നിന്നിൻ്റെ ഭാഗവാക്കുകളാണ് ഞങ്ങൾ. ആ കളവിന് വിധേയരായവരാണ് ഞങ്ങൾ. ആ വിധേയരായവരായ ഞങ്ങളെ വീണ്ടും പീഡിപ്പിക്കുക. ഇവിടുത്തെ എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും ഞങ്ങൾക്കെതിരായി നിൽക്കുകയാണ്. അതുകൊണ്ട് ജനപ്രതിനിധികളും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വേദനാജനകമായ, പരിതാപകരമായ അവസ്ഥയിലായിരിക്കുന്ന വൃദ്ധരായ ഞങ്ങളോട് നീതി കാണിക്കുവാൻ ഇവിടുത്തെ ജനപ്രതിനിധികളെങ്കിലും തയ്യാറാകണം. കുറ്റക്കാരായവരെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾക്കെതിരെ വ്യാജ പരാതി നൽകുന്നത് അവസാനിപ്പിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. LDF മധ്യമേഖല വികസന മുന്നേറ്റ ജാഥ മൂവാറ്റുപുഴയിലും സമീപ പ്രദേശങ്ങളിലും പര്യടനം നടത്തി. വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തിയ ജാഥ നഗരസഭയിലെ 130 കവലയിൽ സമാപിച്ചു. LDF മധ്യമേഖല വികസന മുന്നേറ്റ ജാഥയുടെ പ്രചരണാർത്ഥം മൂവാറ്റുപുഴ മണ്ഡലം പ്രചരണ ജാഥ 3-ാം ദിവസം വിവിധ പഞ്ചായത്തുകളിലും മൂവാറ്റുപുഴ നഗരസഭയിലും പര്യടനം നടത്തി. CPI ജില്ലാ സെക്രട്ടറി N അരുൺ ക്യാപ്റ്റനായും CPIM മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് M മാത്യു വൈസ് ക്യാപ്റ്റനായും
കേരള കോൺഗ്രസ് എം മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷൈൻ ജേക്കബ് മാനേജരുമായ ജാഥയാണ് പര്യടനം നടത്തിയത്. വാഴക്കുളം, കാവന, ആവോലി, ആനിക്കാട്, കോട്ടപ്പുറം, റേഷൻ കടപ്പടി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തിയ ജാഥ മൂവാറ്റുപുഴ നഗരസഭയിലെ 130 കവലയിൽ സമാപിച്ചു. സ്വീകരണ കേന്ദ്രങ്ങളിൽ LDF നേതാക്കളായ MR പ്രഭാകരൻ, ബാബു പോൾ, ജോളി പൊട്ടയ്ക്കൽ, സജി ജോർജ്, UR ബാബു, ഫെബിൻ പി മൂസ, PM ശശികുമാർ, KK ശശി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത MLA-മാരുണ്ട്, ജോണി നെല്ലൂർ ഉൾപ്പെടെ, അതിനുശേഷം വന്ന് ഞാൻ ഉൾപ്പെടെ, അതിനുശേഷം വന്ന വാഴക്കൻ ചെറിയ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിനുശേഷം വന്ന എൽദോ കുറേയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിനുശേഷം വന്ന കുഴൽനാടൻ ഒരു ചുക്കും ചുണ്ണാമ്പും ഈ മണ്ഡലത്തിന് വേണ്ടി ചെയ്തില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. കഴിഞ്ഞ കാലങ്ങളിൽ അനുവദിപ്പിക്കപ്പെട്ട പ്രോജക്റ്റുകൾ ആ അനുമതി നേടി, ഭരണാനുമതി നേടി, തുകവകയിരുത്തി, സ്ഥലമെടുപ്പ് ആരംഭിച്ച് കല്ലിട്ടു പോയിട്ടുള്ള പ്രോജക്റ്റുകൾ, ആ പ്രോജക്റ്റുകളുടെ ഒരു തുടർ പ്രവർത്തനമെങ്കിലും നടത്താൻ 2024 വരെ ഈ 4 വർഷക്കാലം MLA ആയിരുന്ന ശ്രീ കുഴൽനാടിന് കഴിഞ്ഞിട്ടുണ്ടോ? ഈ മണ്ഡലത്തെ സംബന്ധിച്ച് 5 ഹോമിയോ ഡിസ്പെൻസറികൾ അനുവദിച്ചത് 2006-2011 കാലയളവിലാണ്. 2 ആയുർവേദ ഡിസ്പെൻസറികൾ അനുവദിച്ചത് 2006-2011 കാലയളവിലാണ്. ഈ മണ്ഡലത്തിൽ 14 വാട്ടർ ഷെഡുകൾ അനുവദിക്കപ്പെട്ടത് ഏതു വകുപ്പിൽ നിന്നാണ് ഈ മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ എൽദോയുടെയും എന്റെയും കാലഘട്ടത്തിൽ ലഭ്യമാകാതിരുന്നിട്ടുള്ളത്? ബുധനാഴ്ച രാവിലെ 8:30 കായനാട് നിന്നാരംഭിച്ച ജാഥ മാറാടി, ആരക്കുഴ, പാലക്കുഴ പഞ്ചായത്തുകളിലെ മാറാടി മണ്ണത്തൂർ കവല, പെരിങ്ങഴ കവല, പെരുമ്പല്ലൂർ, ആരക്കുഴ മാളികപ്പീടിക, മാറിക, സെൻട്രൽ പാലക്കുഴ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി വൈകിട്ട് നോർത്ത് പാലക്കുഴയിൽ സമാപിക്കും. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് കടുത്ത അവഗണനയെന്നാരോപിച്ച് മൂവാറ്റുപുഴയിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ച കോൺഗ്രസ്. കേരളം ദീർഘകാലമായി ആവശ്യപ്പെടുന്ന വികസന പദ്ധതികളൊന്നും ബജറ്റിൽ ഉൾപ്പെടുത്താത്തത് ഗുരുതരമായ അനീതിയാണെന്ന് KPCC സെക്രട്ടറി KM സലീം. കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചുവെന്നാരോപിച്ച് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. കോൺഗ്രസ് പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി കച്ചേരിത്താഴത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം KPCC സെക്രട്ടറി KM സലീം ഉദ്ഘാടനം ചെയ്തു. അതിവേഗ റെയിൽപാത, എയിംസ് ഉൾപ്പെടെ കേരളം ദീർഘകാലമായി ആവശ്യപ്പെടുന്ന വികസന പദ്ധതികളൊന്നും ബജറ്റിൽ ഉൾപ്പെടുത്താത്തത് ഗുരുതരമായ അനീതിയാണെന്ന് KM സലീം പറഞ്ഞു. ചൈനീസിന്റെ ടാങ്കുകൾ ഇന്ത്യയുടെ അതിർത്തി ലംഘിച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ ആ മുന്നോട്ട് നീങ്ങിയ അവസരത്തിൽ ഇന്ത്യയുടെ കരസേനയിലെ മേധാവികൾ പ്രതിരോധ മന്ത്രിയോടും പ്രതിരോധ വകുപ്പിനോടും അതുപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടും ഒക്കെ എന്തു ചെയ്യണമെന്നാവശ്യപ്പെട്ടപ്പോൾ അവരൊരു നിർദ്ദേശവും കൊടുത്തില്ല എന്നുള്ളതാണ് മുൻ കരസേന മേധാവി നരവൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ്, നമ്മുടെ എല്ലാം ആരാധ്യനായ ഇന്ത്യയുടെ ഭരണഘടനയുടെ വെല്ലുവിളിക്കെതിരെയും ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും വെല്ലുവിളിക്കുമ്പോഴും അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിനും മതേതരത്തെ സംരക്ഷിക്കുന്നതിനും ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടി ധീരോദാത്തമായി നേതൃത്വം കൊടുക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധി അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ലോക്സഭയിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോഴാണ് അദ്ദേഹത്തെ പ്രസംഗിക്കാൻ അനുവദിക്കാതിരിക്കുകയും പ്രസംഗത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്തപ്പോഴാണ് ശ്രീ KC വേണുഗോപാൽ അടക്കം അതുപോലെ ശ്രീ ഹൈബി ഈഡൻ അടക്കം നമ്മുടെ പ്രിയപ്പെട്ട MP ശ്രീ ഡീൻ കുര്യാക്കോസ് അടക്കം അവിടെ പ്രതിഷേധ പ്രകടനം നടത്തുകയും അവിടെ
പ്രതിഷേധിച്ച് മുദ്രാവാക്യം വിളിക്കുകയോ ഒക്കെ ചെയ്തപ്പോൾ ജനാധിപത്യത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവരെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇന്ന് ഈ പ്രതിഷേധ പ്രകടനം നടത്തിയിരിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബഡ്ജറ്റിൽ ഇവിടെ വേഗതയിൽ ഈ കേരളത്തിൽ നടപ്പാക്കുമെന്ന് ഇവിടുത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ ഇവിടെ പ്രഖ്യാപനം നടത്തിയെങ്കിലും വാഗ്ദാനം കൊടുത്തിരുന്നെങ്കിലും ബഡ്ജറ്റ് വന്നപ്പോൾ അതിനൊന്നും വേഗതയിലോ അതുപോലെ തന്നെ മറ്റുള്ള ശബരി റെയിൽപാതയ്ക്ക് വേണ്ടിയുള്ള പൈസയോ അല്ലെങ്കിൽ എയിംസ് നമ്മുടെ ഏറ്റവും കൂടുതൽ ആരോഗ്യ രംഗത്ത് ഏറ്റവും കൂടുതൽ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് കേരളത്തിലില്ല, അത് കേരളത്തിൽ അനുവദിക്കുന്നതിന് വേണ്ടി അനുവദിക്കുമെന്ന് വീമ്പിളിക്കുക BJP. ഈ ബഡ്ജറ്റിൽ എയിംസിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ഒരു നയാ പൈസ പോലും നീക്കിവെച്ചിട്ടില്ല എന്നുള്ളതിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ പ്രകടനം നടത്തിയിരിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് KA അബ്ദുൽ സലാം, DCC ജനറൽ സെക്രട്ടറി PP എൽദോസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് റഫീഖ്, എബ്രഹാം തൃക്കളത്തൂർ, ഷഫാൻ VS, കബീർ പൂക്കടശ്ശേരി, നിഷാദ് KK, PP ജോളി, അമൽ ബാബു, കൗൺസിലർമാരായ ജിനു ആന്റണി, ജെയ്സൺ തോട്ടത്തിൽ, S മജീദ് എന്നിവർ പങ്കെടുത്തു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. SNDP യോഗം ആനിക്കാട് ശാഖയുടെ വിശേഷാൽ പൊതുയോഗം സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ SNDP യൂണിയൻ പ്രസിഡന്റ് VK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. SNDP ശാഖായോഗങ്ങളും കുടുംബ യൂണിറ്റ് സംവിധാനങ്ങളും പടുത്തുയർത്താൻ അഹോരാത്രം അക്ഷീണം കർമ്മനിരതയ്ക്കുള്ള ദേശീയ അംഗീകാരമാണ് വെള്ളാപ്പള്ളി നടേശൻ ലഭിച്ച പത്മഭൂഷൺ ബഹുമതിയെന്ന് VK നാരായണൻ പറഞ്ഞു. ശാഖാ പ്രസിഡന്റ് MN പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് AK അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. MCS Hospital, we take care of your health. മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ദേശീയ സെമിനാർ സംഘടിപ്പിക്കും. ഹിന്ദി ഗവേഷണ വകുപ്പിന്റെയും കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭാരതീയ സാഹിത്യ പ്രതിഷ്ഠാന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സമകാലിക ഹിന്ദി സാഹിത്യം ബോധ്യവും യാഥാർത്ഥ്യവും എന്ന വിഷയത്തിലാണ് ദ്വിദിന ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നത്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ കോളേജിൽ നടക്കുന്ന ഹിന്ദി സെമിനാറിൽ ഹിന്ദി സാഹിത്യ നിരൂപകനും ചിന്തകനുമായ പ്രൊഫസർ വിജയ് ബഹാദൂർ സിംഗ് മുഖ്യപ്രഭാഷണം നടത്തും. കോളേജ് മാനേജർ ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിൽ രാജ്യത്തിന്റെ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള ഹിന്ദി അധ്യാപകരും ഗവേഷക വിദ്യാർത്ഥികളും പങ്കെടുക്കും. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.